അപ്പൊ ആദ്യമായിട്ടാണ് ഒരു പക്ഷേ ഇതുപോലത്തെ ഒരു ഇന്റർവ്യൂ പോകുന്നത് കേട്ടോ. ഇപ്പൊ ഇവിടെയുള്ള കുട്ടികളൊക്കെ എ പ്ലസുകൾ വാരി കൂട്ടിയ മക്കളാണ്. അപ്പൊ ഇവരെങ്ങനെയാണ് നമ്മുടെ അസ്ത്ര ബാച്ച് ഉപയോഗിച്ചത് എന്ന് നമുക്ക് കാണാം. കറക്റ്റ് ആയിട്ട് ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ടേം എക്സാമിനെയോ അല്ലെങ്കിൽ ഒരു പബ്ലിക് എക്സാമിനെയോ നേരിടുന്നത്. എംബയിൽ 40 വരെ എനിക്ക് കിട്ടാറില്ല. കാരണം 10 ഫുൾ എ പ്ലസ്. 10 ഫുൾ എ പ്ലസ് കാണുന്നവരൊക്കെ ചോദിക്കും താമസിലാണോ താമസല്ലേ മോള് പഠിക്കുന്നൊന്നുമില്ല എന്നൊക്കെ ചോദിക്കും അല്ലെ. മറ്റുള്ള 9ാം ക്ലാസ്സിലെ കുട്ടികൾ ഇപ്പൊ 10ാം ക്ലാസ്സിലേക്ക് എത്തി വിട്ടോട് നമുക്ക് എന്താ പറയാനുള്ളത്? ഹായ് മകളെ, ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്രയധികം അസ്ത്ര ബാച്ചിലെ കുട്ടികളെ വെച്ചുകൊണ്ട് നമ്മളൊരു ഇന്റർവ്യൂ എടുക്കുന്നത്. നിങ്ങൾക്കറിയാം 10ാം ക്ലാസ് കഴിഞ്ഞു, നമ്മുടെ അത്രയധികം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കാണ് നമ്മുടെ അസ്ത്ര ബാച്ചിലൂടെ ഫുൾ എ പ്ലസ് നേടിയത്. സത്യം പറഞ്ഞാൽ ഇവരെ ഞാൻ കണ്ടുമുട്ടുന്നത് നമ്മുടെ സൈലത്തിന്റെ കണ്ണൂർ +1 ട്യൂഷന് ഇവിടെ എടുക്കാൻ വന്ന സമയത്ത് കണ്ടതാണ്. അപ്പൊ അവരോട് ചോദിച്ചു, ഇതിൽ ആരെങ്കിലും അസ്ത്ര ബാച്ചുണ്ടോ ചോദിച്ചപ്പോൾ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ്. പേരൊക്കെ നിങ്ങൾക്ക് അവരോട് തന്നെ ചോദിക്കാം, നമുക്ക് നോക്കാം. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ഇപ്പൊ ഇവിടെയുള്ള കുട്ടികളൊക്കെ എ പ്ലസുകൾ വാരി കൂട്ടിയ മക്കളാണ്. അപ്പൊ ഇവരെങ്ങനെയാണ് നമ്മുടെ അസ്ത്ര ബാച്ച് ഉപയോഗിച്ചത് എന്ന് നമുക്ക് കാണാം. ഏതൊക്കെ രീതിയിലാണ് അവർ പഠിച്ചത് എന്ന് നോക്കാം. ഇപ്പൊ ഇവരെല്ലാവരും +1 സയൻസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കണ്ണൂർ ട്യൂഷനറിൽ വന്നിരിക്കുന്നത്. എല്ലാവരും ഫസ്റ്റ് ബാച്ചുകാരാണ് അല്ലെ, അസ്ത്ര 1.0 ബാച്ച്. നിങ്ങളിപ്പോൾ ഉള്ളതുപോലെ തന്നെ അസ്ത്ര 1.0 ബാച്ചുകാരാണ്. ആദ്യം മുതലേ നമ്മുടെ ആപ്പിലൂടെ പഠിച്ചു വന്ന കുട്ടികളാണ്. എങ്ങനെയായിരുന്നു സൈലത്തിന് അസ്ത്ര ബാച്ച് മോന് യൂസ് ചെയ്തത്? എങ്ങനെ പഠിക്കുന്ന സമയം? സൈലത്തിന്റെ അസ്ത്ര ബാച്ച് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഡെയിലി ലൈവ് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് വന്നിട്ട് അപ്പോൾ തന്നെ ക്ലാസ് കാണാനിരിക്കും. ക്ലാസ് കണ്ടതിന് ശേഷം അതിൽ പറയുന്ന ഓരോ എക്സസൈസ് ഒക്കെ വീണ്ടും വീണ്ടും ചെയ്ത് നോക്കലാണ് സാധാരണ ചെയ്യാറ്. പിന്നെ എക്സാം ഒക്കെ ആവുന്നതിന് മുന്നേ മോഡൽ എക്സാംസ് ഉണ്ടാവും. അപ്പം നമ്മളൊരു എക്സാം എഴുതി കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലെ എക്സാമിന് വേണ്ടി പോകുന്നത്. അപ്പം അതും പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്ത് നമുക്ക് കറക്റ്റായിട്ടൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ടേം എക്സാമിനെയോ അല്ലെങ്കിൽ ഒരു പബ്ലിക് എക്സാമിനെയോ നേരിടുന്നത്. അപ്പം ആ മോഡൽ എക്സാമിൽസ് നിന്നും അതേപോലെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ടിൽ നിന്ന് കിട്ടുന്ന കോൺഫിഡൻസ് ചെറുതൊന്നുമല്ല. അങ്ങനെയാണ് അസ്ത്ര ബാച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്തത്. എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? ബോർ അടിക്കലുണ്ട് ഏതെങ്കിലും ക്ലാസ് അസ്ത്ര ബാച്ചിൽ? ഇപ്പൊ നമുക്ക് ഇവരോട് ചോദിക്കാം, എങ്ങനെ ക്ലാസ്സുകളുടെ വൈബൊക്കെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റും? നിങ്ങൾക്ക് ഫീൽ ചെയ്ത് എങ്ങനെയൊക്കെ? തീരെ ബോറടിക്കൂല. എത്ര മണിക്കൂർ ക്ലാസ് ഉണ്ടെങ്കിലും ബോറടിക്കൂല. അതിന്റെ ഇടയിൽ കുറെ എന്തെല്ലോ ഫണ്ണായിട്ട് കുറെ ആക്ടിവിറ്റീസ് എല്ലാം ആയി, കുറെ പ്രോബ്ലം എല്ലാം ചെയ്ത് എന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്ത മാത്സിൽ. എംബയിൽ 40 വരെ എനിക്ക് കിട്ടാറില്ല. കാരണം 10 ഫുൾ എ പ്ലസ്. 10 ഫുൾ എ പ്ലസ്. മാത്സിൽ 80 നോക്കാം ഫുൾ എ പ്ലസ് കിട്ടി. അപ്പൊ അത്രയും കുറേ പ്രോബ്ലംസ് ചെയ്ത് അങ്ങനെ ഫുൾ ഒരു നോട്ട് 2 നോട്ടായിരുന്നു ഞാൻ വായിച്ചത് മാത്സിന് മാത്രമായിട്ട്. കുറേ എക്സസൈസ് എല്ലാം ചെയ്ത് ടെക്സ്റ്റ് ബുക്കുള്ള ചോദ്യങ്ങളെക്കാൾ അപ്പുറം ചോദ്യങ്ങൾ കിട്ടാറുണ്ടോ ആപ്പിൽ? കുറച്ചുകൂടി അഡീഷണൽ ആയിട്ട് കിട്ടാറുണ്ട്. മോഡൽ എക്സാമിൽ കുറെ വെറൈറ്റി ക്വസ്റ്റ്യൻ, ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻ വേറെ, അങ്ങനെ കുറെ എന്തെല്ലോ ഉണ്ടായിരുന്നു. റിവിഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അസ്ത്ര ബാച്ചിൽ? അടിപൊളിയാണ്. ഇനി എങ്ങനെയാണ് 10ാം ക്ലാസ് സൈലത്തിനെ പറ്റി കേൾക്കുന്നത്? എങ്ങനെയാണ്? നമുക്ക് 10th എന്തായാലും എല്ലാവരും പറയും 10th ടേണിംഗ് പോയിന്റ് ആണ്. അപ്പൊ എന്തായാലും അവിടെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. നമുക്ക് സ്വന്തം പറ്റും. 10ലേക്ക് എത്തിയപ്പോ തന്നെ ഒരു പ്രഷറും ഒരു ടെൻഷനും ആൾക്കാരൊക്കെ അങ്ങനെ കാണുന്നവരൊക്കെ ചോദിക്കും, താമസിലാണോ താമസല്ലേ മോള് പഠിക്കുന്നൊന്നുമില്ല എന്നൊക്കെ ചോദിക്കും അല്ലെ. 10ാം ക്ലാസ് അപ്പൊ അങ്ങനെ ചോദിക്കും. അപ്പൊ നമുക്ക് ട്യൂഷൻ വേണം അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് എല്ലാവരും ചോദിക്കും. ഫസ്റ്റ് ചോദിക്കും 10ാം ക്ലാസ്സിലല്ലേ ട്യൂഷന് പോകുന്നില്ലേ അത് ചോദിക്കും. അപ്പം എന്റെ ഫ്രണ്ട്സ് കുറെ ആള് പിന്നെ അസ്ത്രയില് ജോയിൻ ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ജോയിൻ ചെയ്തതാണ്. അപ്പൊ ക്ലാസ് കാണുമ്പോ ക്ലാസ് ആക്ച്വലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ അതിന്റെ ടൈമിങ്ങും നമുക്ക് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് മീൻസ് കാണാൻ പറ്റുന്ന ഒരു ടൈമിലാണ് വെക്കുന്നത്, ഈവനിങ് ആ ഒരു ടൈമിൽ. അപ്പൊ നമുക്ക് കണ്ടിട്ട് ഇരുന്നിട്ട് ഓവറായിട്ട് പ്രഷർ തോന്നുന്ന ഒരു സമയത്ത് അങ്ങനെയല്ല വെക്കുന്നത്. പിന്നെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ പറ്റുന്ന ടീച്ചേഴ്സ് വളരെ ചുരുക്കം. ഞാൻ പറഞ്ഞ സ്കൂളിൽ നിന്ന് നമുക്ക് അങ്ങനെ തോന്നും. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളെ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ട് മാത്രമല്ല പഠിപ്പിക്കുന്നത്. മീൻസ് നമ്മളെ എക്സാമിന് തന്നെ ഇപ്പം എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് നമ്മളെ റെഡിയാക്കിയിട്ട് തന്നെയാണ് വിടുന്നത്. അപ്പം അത് വളരെ ഇഷ്ടമാണ്. പിന്നെ നമുക്ക് ക്ലാസ് കാണുമ്പോൾ തന്നെ ഇപ്പം ഫുഫു സാറിന്റെ ക്ലാസ് ആയാലും ആരുടെ ക്ലാസ് ആയാലും ടീച്ചേഴ്സിന്റെ ഒരു നമ്മളെ കാണാൻ പറ്റില്ലെങ്കിൽ നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഇപ്പം വന്നപാടും ഹായ് മക്കളെ പഠിക്കാത്തവരും പഠിച്ചു പോകും. അങ്ങനെയാണ്. എന്നെ ഒരുപാട് പേഴ്സണലി എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. മറ്റുള്ള 9ാം ക്ലാസ്സിലെ കുട്ടികൾ ഇപ്പൊ 10ാം ക്ലാസ്സിലേക്ക് എത്തി വിട്ടോട് നമുക്ക് എന്താ പറയാനുള്ളത്? അതായത് അസ്ത്ര ബാച്ചിനെ പറ്റി എങ്ങനെയാണ്? ജോയിൻ ചെയ്താൽ നല്ലതാണോ, ബെനിഫിറ്റ് ആണോ? ശരിക്കും സൈലത്ത് ചേരുന്നതും അസ്ത്ര ബാച്ച് ചേരുന്നതും നല്ല യൂസ്ഫുൾ ആണ്.
അത് 10ാം ക്ലാസ് മാത്രമല്ല എല്ലാത്തിനും യൂസ്ഫുൾ ആണ്. ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടീവ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളെ കൂടുതൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ക്ലാസ് ആണ്. മെറ്റീരിയൽസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? സൈലത്തിന്റെ മെറ്റീരിയൽസ് PDF നോട്ടുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ യൂസ് ചെയ്യാറുണ്ടോ? എങ്ങനെ ക്ലാസ് ലൈവായിട്ട് കാണുമോ അല്ലെങ്കിൽ ലൈവിന് ശേഷമാണോ കാണുന്നത്? ഞാന് ലാസ്റ്റ് തൊട്ടാണ് പിന്നെയും നല്ലോണം കാണാൻ തുടങ്ങി. അപ്പൊ ഫുള്ളും നല്ല പ്രഷർ ഉണ്ടായിരുന്നു എല്ലായിടത്തും. പഠിക്കാന്ന് പറയുമ്പോ തന്നെ നമ്മളൊരു മൂഡ് വന്നല്ലേ. പക്ഷെ സൈലത്തിന്റെ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയാലോ പഠിക്കാനൊരു ഇഷ്ടം തോന്നി. ഇപ്പൊ ഒരു 5 മാസം മുമ്പിൽ എന്നോട് എനിക്ക് മാത്സ് ഇഷ്ടാന്ന് വെച്ചാല് ഞാന് എന്തായാലും തന്നെ പറയാം എനിക്ക് ഇഷ്ടേ അല്ല പറയൂ. അല്ല പിന്നെ സാറിന്റെ ക്ലാസ് ഫൂഫി സാറിന്റെ ക്ലാസ് കേൾക്കാൻ തുടങ്ങി. എനിക്ക് 60 മാർക്കിന്റെ മുകളിൽ ഒരിക്കലും പോക്കില്ല. പിന്നെ SLCക്ക് എനിക്ക് മാത്സിന് A+ ഉണ്ട്. അപ്പൊ ഭയങ്കര സന്തോഷമാണ്. സാറിന്റെ ക്ലാസ് അത്രക്കും ഹെൽപ്ഫുൾ ആയിരുന്നു. സൈലം ഫുൾ ഭയങ്കര കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്താണ് നിങ്ങളുടെ അവസ്ഥ? എന്താ നിങ്ങൾ ലൈവായിട്ട് ക്ലാസ് കാണോ? എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ പോവാറുണ്ടോ? അല്ലെങ്കിൽ മിസ്സാക്കിയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വന്ന് കാണോ? എന്താ അവസ്ഥ? ആപ്പ് നമുക്കറിയാം, നമ്മൾ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോകണം, നമ്മൾ പറയുന്നത് കല്യാണത്തിന് പോയിക്കോന്ന് പറയും. എന്തുകൊണ്ടാ വിട്ടു? അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്? അപ്പൊ ഫുൾ ടൈം ക്ലാസ്സുകൾ കാണാറുണ്ട്? എന്താ അവസ്ഥ? ഡെയിലി ലൈവ് ക്ലാസ് കാണാറുണ്ട്. പിന്നെ പേൾ വീഡിയോസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതിൽ എല്ലാ ക്വസ്റ്റ്യൻസും വരില്ല അല്ലേ? പിന്നെ PDF നോട്ട്സ് അതായിരിക്കില്ല മെയിൻ ആയിട്ട് നോക്കുക. പിന്നെന്താ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട്? ക്ലാസ് ടെസ്റ്റ് പോകുന്ന സമയത്ത് സ്കൂളത്തെ ക്ലാസ് ടെസ്റ്റ്, യൂണിറ്റ് ടെസ്റ്റ് അങ്ങനത്തെ എന്തെങ്കിലും പോകുന്ന സമയത്ത് ഇന്നലത്തെ ക്ലാസ് ഉണ്ടാവും. അപ്പൊ ക്ലാസ്സിന്റെ PDF എടുത്തിട്ട് രാവിലെ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുമ്പോ തന്നെ ഇന്ന കാര്യങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് ഓർമ്മ വരും. അപ്പൊ തന്നെ എന്താണ് കോൺഫിഡൻസ് ആണ്. നമ്മൾ നേരത്തെ അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് തോന്നിയിട്ടുണ്ടോ? അതായത് ഫസ്റ്റ് ബാച്ച് ജോയിൻ ചെയ്ത ആൾക്കാരല്ലേ നിങ്ങൾ? അപ്പം ഫസ്റ്റിലേ ജോയിൻ ചെയ്താലേ ലാസ്റ്റിലേക്കൊക്കെ ജോയിൻ ചെയ്താൽ മതിയോ? അങ്ങനെ എന്തെങ്കിലും ബെനിഫിറ്റ് തോന്നുന്നുണ്ട് എക്സ്ട്രാ ആയിട്ട്? അതുപോലെ ഫസ്റ്റ് തന്നെ ജോയിൻ ചെയ്താൽ നമുക്ക് ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്ക് നമുക്കൊരു ഇതുണ്ടാവും, നമ്മൾ തന്നെ ടോപ്പായിട്ട് തോന്നും. പിന്നെ നല്ലൊരു ക്ലാസ് ആണ്. ഇതൊക്കെ നമ്മൾ ആദ്യം പഠിച്ചതുപോലെ ടീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഉത്തരം. പിന്നെ മെറ്റീരിയൽസ് എല്ലാം നല്ല ക്വാളിറ്റിയാണ്, പ്രീമിയം ക്വാളിറ്റിയാണ്. നമ്മൾ കൊടുക്കുന്നതിനെക്കാട്ടി നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഡബിൾ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇങ്ങോട്ട്. പിന്നെ നമുക്ക് അവസാനം എനിക്ക് ഉപയോഗം ഉണ്ടായ ഇൻസ്റ്റാലാണ് ഉണ്ടായിരുന്നു. അതെ, അത് എക്സാമിന് നമുക്ക് പക്കയായിട്ട് ഫുൾ മാർക്ക് കിട്ടേണ്ട സാധനം ആ 3 പേജിലുണ്ടാവും. അതെ അതെ, അതെനിക്ക് നല്ലോണം യൂസ്ഫുൾ ആയിന്. പിന്നെ ക്ലാസ്സസ് എല്ലാം പിന്നെ പറയണ്ട, ഫുള്ളാണ്. എന്തായാലും സന്തോഷം. നിങ്ങളോട് ഇപ്പൊ ചോദിച്ചില്ല, നമുക്ക് ഇത് അറിയാൻ പറ്റില്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഒരു പക്ഷേ ഇതുപോലത്തെ ഒരു ഇന്റർവ്യൂ പോകുന്നു കേട്ടോ. അസ്ത്ര ബാച്ചിൽ ഇത്രയും കുട്ടികൾ നമ്മുടെ കണ്ണൂർ സെന്ററിൽ ഇപ്പോൾ ഒരു +1 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. +1 ഇപ്പോൾ അലോട്ട്മെന്റ് പോലും വന്നിട്ടില്ല. ഇതിനെടുക്കാൻ അവർ പഠിക്കാൻ തയ്യാറായി, സയൻസ് എടുത്ത് പഠിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പം അസ്ത്ര ബാച്ചിൽ പഠിച്ചതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും അറിഞ്ഞത് സന്തോഷം. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ? അസ്ത്ര ബാച്ചിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും? എന്താ പറയുക നിങ്ങളെ? തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്തുക. നേരത്തെ ജോയിൻ ചെയ്തതിലൂടെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ആ ക്ലാസ്സിൽ അത്യാവശ്യം അറിയുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം, ക്ലാസ് നമുക്ക് വിളിച്ചു പറയാൻ മടിയാണ്, നമ്മൾ ഉത്തരം തെറ്റിപ്പോവോ ശരിയാവുന്നു. അതൊക്കെ നിങ്ങൾ ആദ്യം പഠിച്ചു പോവുകയാണെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് നല്ലൊരു ഒരു ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇനി സമയമല്ല, നിങ്ങൾക്ക് സ്കൂളിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പം ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു ഓൾ ദ ബെസ്റ്റ് കൊടുത്താലോ, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ റെഡി, 1 2 3 ഓൾ ദ ബെസ്റ്റ്.